സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പുറത്തുപോയ വരൻ തിരികെ വീട്ടിലേക്ക് എത്തുവാണ് കേട്ടോ. അങ്ങനെ വരനെ കാണുന്നതും മുത്തശ്ശി പറയണേ, ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ വരൻ പറയണേ, അതിനു മുമ്പായിട്ട് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഞാനിവിടുന്ന് തിരിച്ചു പോകാൻ തീരുമാനിച്ചു. ഞാൻ തിരികെ അമേരിക്കയിലേക്ക് പോകുവാൻ. അത് കേൾക്കുന്നതും മുത്തശ്ശിയും എവിടെയുള്ള എല്ലാവരും ഞെട്ടുവാണ് കേട്ടോ. അന്നേരം മുത്തശ്ശി കേൾക്കണേ, നീ ഒറ്റക്കാണോ പോകുന്നത്? അതെ, ഞാൻ ഒറ്റക്കാണ് പോകുന്നതും. അന്നേരം പത്മിനി പറയണേ, നീ എങ്ങോട്ടും പോകുന്നില്ല, നീ നാട്ടിൽ തന്നെ നിന്നാൽ മതി. ഇവിടെ അച്ഛൻ്റെ എല്ലാ ബിസിനസ് കാര്യങ്ങളും നിന്നെ ഏൽപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക. ആ സമയത്താണ് അവൻ ഇവിടുന്ന് പോകാൻ പോകുന്നത്. നീ എങ്ങും പോകുന്നില്ല. ഈ സമയം വരൻ പറയണേ, എനിക്ക് ബിസിനസ് കാര്യങ്ങളൊന്നും നോക്കി നിൽക്കാൻ തീരെ താല്പര്യമില്ല. ഇത്രയും നാളും ബിസിനസ് കാര്യങ്ങൾ എങ്ങനെയാണോ പൊയ്ക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ പോട്ടെ, എനിക്കൊന്നും വയ്യ. ഞാനെന്താണെങ്കിലും തിരികെ പോയിരിക്കും. അങ്ങനെ പറഞ്ഞ് വരൻ റൂമിലേക്ക് പോകാൻ തുടങ്ങുവാണ്. ഈ സമയം മുത്തശ്ശി പറയണേ, അതെ വരും, നീ തിരികെ പോകുന്നത് കുഴപ്പമില്ല, പക്ഷെ പോകുന്നത് നീ ഒറ്റക്കായിരിക്കില്ല. പ്രിയങ്ക മോളെ നീ കൂടെ കൊണ്ടുപോകണം. അന്നേരം മരുന്ന് പറയണേ, ഞാൻ ഇവിടെ നിന്ന് തിരികെ പോകുന്നത് കുറച്ച് സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ ദുരന്തങ്ങളൊന്നും കൂടെ കൂട്ടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. അത് കേൾക്കുന്നതും അച്ഛൻ ചോദിക്കണേ, നീ താലി കെട്ടിക്കൊണ്ടുവന്നാൽ നിന്റെ ഭാര്യയാണോ നീ ദുരന്തം എന്ന് പറയുന്നത്? അതെ, എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ച പാഠങ്ങളാണ് ഇതൊക്കെ. ആരൊക്കെ എന്തൊക്കെ തന്നെ പറഞ്ഞാലും എൻ്റെ തീരുമാനം ഞാൻ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞ് വരൻ മുകളിലോട്ട് കയറിപ്പോകുവാണ് കേട്ടോ. ഇത് കേട്ടിട്ട് സന്തോഷത്തോടു കൂടി നിൽക്കുവാണ് ചെറിയച്ഛനും ചെറിയമ്മയൊക്കെ. ഈ സമയം ഉർവശി പറയണേ, എന്നാലും എന്തൊരു ധിക്കാരോ വരൻ കാണിച്ചത്, ഇങ്ങനെ കേട്ടൻ്റെ മുഖത്ത് നോക്കി പറയാവോ? ഈ സമയം പ്രിയങ്ക അവിടെ നല്ല കരച്ചിലാണ് കേട്ടോ. അന്നേരം മുത്തശ്ശി ചോദിക്കണേ, എന്താ മോളെ, എന്താ പറ്റിയത്? അന്നേരം പ്രിയങ്ക പറയണേ, ആരും ഇനി വരനെ തടയണ്ട. വരുണിന് എൻ്റെ കൂടെ ജീവിക്കുന്നത് സമാധാനക്കേടാണ്. അങ്ങനെയാണെങ്കിൽ വരുൺ സമാധാനമുള്ളൊരു സ്ഥലത്തേക്ക് എന്നെ പൊക്കോട്ടെ. അങ്ങനെ പറഞ്ഞാൽ കരഞ്ഞുകൊണ്ട് പ്രിയങ്കയും അകത്തേക്ക് പോകുവാണ് കേട്ടോ. ഈ സമയം പരമേശ്വരൻ പറയണേ, ഞാൻ എന്ത് തീരുമാനം പറയുന്നു അതിനെതിർക്കണമെന്ന് അവൻ തീരുമാനിച്ചു വെച്ചിരിക്കുക. ഇപ്പോൾ അവൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ ശത്രു ഞാനാണല്ലോ. അങ്ങനെ പറഞ്ഞ പരമേശ്വരനും അവിടെ നിന്നും പോകുവാണ്. ഈ സമയം പത്മിനി ടെൻഷനോടുകൂടി പറയണേ, എൻ്റെ ഭഗവാനെ, എന്തൊക്കെ ഈ കുടുംബത്തിൽ നടക്കുന്നത്? അന്നേരം മുത്തശ്ശി പറയണേ, പത്മിനി നീ ടെൻഷൻ ആവാതിരിക്കെ, ഞാൻ വരനോട് സംസാരിക്കാം, അവന് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം എന്നൊക്കെ പറഞ്ഞ പത്മിനിയെ ആശ്വസിപ്പിക്കുവാണ് കേട്ടോ മുത്തശ്ശി. പിന്നീട് കാണിക്കുന്നത് സ്റ്റുഡിയോയിൽ പാട്ടൊക്കെ പാടുന്ന രാധികനെയാണ്. രാധിക സൂപ്പറായിട്ട് തന്നെ പാട്ടൊക്കെ പാടുവാണ് കേട്ടോ. അങ്ങനെ പാട്ട് പാടി പൂർത്തിയാക്കിയതിന് ശേഷം രാധിക നേരെ ഡയറക്ടറിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ്. ആ സമയം ആദ്യം ഡയറക്ടർ രാധികയെ ഒന്ന് പേടിപ്പിച്ചെങ്കിലും എന്നിട്ട് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് നിന്ന് രാധിക കൈയടിക്കുവാണ് കേട്ടോ. സൂപ്പർ, ആദ്യം പാടിയതിനേക്കാളും ഗംഭീരമായിട്ടാണ് ഇന്ന് പാടിയത്. ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. എത്ര മനോഹരമായിട്ടാണ് ശ്രുതിയും താളമൊക്കെ ഒപ്പം പിടിച്ച് പാടുന്നത്. അന്നേരം രാധിക പറയണേ, ശ്യാമ മാഡത്തിന് പകരം പാടുന്നതല്ലേ, അതിൻ്റെ ടെൻഷൻ ഉണ്ടായിരുന്നു. അന്നേരം ശ്രീ പറയണേണ്, താനാണ് ശ്യാമ മാഡത്തിന് പകരം ഈ പാട്ട് പാടുന്നതെന്ന് മാഡത്തിനെ ഞാൻ അറിയിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ താനാണ് മാഡത്തിന് പകരം ഈ പാട്ട് പാടിയതെന്ന് മാഡം അറിയുമ്പോണ്ടല്ലോ മാഡത്തിന് ഒത്തിരി സന്തോഷമാകും. രാധിക, തനിക്ക് സംഗീതത്തിൽ വലിയൊരു ഭാവിയുണ്ട്. എനിക്കും അതിൽ അഭിമാനിക്കാം. കാരണം തനിക്ക് സംഗീത ലോകത്തേക്ക് ഒരു ചെറിയ രീതിയിലെങ്കിലും വഴിയൊരുക്കിയത് ഞാനാണല്ലോ. അന്നേരം രാധിക പറയണേ, അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ സാർ, ഇത് തന്നെ എനിക്ക് വലിയൊരു ഭാഗ്യമായിട്ടാണ് തോന്നുന്നത്. അതിനുശേഷം ശ്രീകുമാർ രാധിക പ്രതിഫലം കൊടുക്കുവാണ് കേട്ടോ. അന്നേരം രാധിക പറയണേ, അയ്യോ ഇതൊന്നും വേണ്ട സാർ. അന്നേരം ശ്രീകുമാർ പറയണേ, തനിക്ക് ഞാൻ പ്രതിഫലമൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല, എങ്കിലും എൻ്റെ ഒരു സന്തോഷത്തിന് താനിത് വാങ്ങിയേ പറ്റൂ. അയ്യോ വേണ്ട സാർ, അന്ന് സാർ തന്ന പ്രതിഫലം ഞാൻ വാങ്ങിയല്ലോ, പക്ഷേ ഇന്ന് എനിക്കിത് വേണ്ട. ഇത് ഞാൻ ശ്യാമ മാഡത്തിന് വേണ്ടി പാടുന്നതാണ്. അത് മാഡത്തിനോടുള്ള എൻ്റെ ആരാധനയാണ്. ആരാധനക്കാരും കൂലി വാങ്ങില്ലല്ലോ. ഈ സമയം ശ്രീകുമാർ പറയണേ, രാധിക, തനിക്ക് സംഗീതം മാത്രമല്ല നല്ലൊരു ക്യാരക്ടർ കൂടി കിട്ടിയിട്ടുണ്ട്. കീപ് ഇറ്റ് അപ്പ്. ഈ സമയം ചായയുമായിട്ട് ഒരാൾ വരുവാണ്. അങ്ങനെ രാധികയോട് ചായയൊക്കെ എടുക്കാൻ പറയുവാണ് കേട്ടോ. എന്നിട്ട് ശ്രീ പറയണേ, രാധിക ഇവിടെ ഇരിക്കുക. അയ്യോ വേണ്ട സാർ. ഇരിക്കടോ, അർഹതയുള്ളടുത്ത് ഇരിക്കാൻ പറഞ്ഞാലേ ഇരിക്കണം. അങ്ങനെ രാധികയും അവിടെ അടുത്ത് തന്നെ ഇരിക്കുവാണ്. അന്ന് തന്നോട് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊന്നും ചോദിക്കാൻ പറ്റില്ല. ഇപ്പോൾ പറ, തന്നെക്കുറിച്ചൊക്കെ പറ. അന്നേരം രാധിക പറയുവാണ്, എൻ്റെ അച്ഛൻ്റെ പേര് ദേവനാരായണൻ തിരുമേനി, ശ്രീകൃഷ്ണപുരത്തെ ക്ഷേത്രത്തിലെ പൂജാരിയാ. ക്ഷേത്രത്തിനടുത്ത് തന്നെ ഞങ്ങളുടെ വീട്ടിൽ അച്ഛനും അമ്മയും മുത്തശ്ശിയും ഉണ്ട്. പിന്നെ ഒരു അനുജത്തി ഉണ്ടായിരുന്നു, അവളുടെ വിവാഹം ഈ അടുത്ത് കഴിഞ്ഞു. അന്നേരം ശ്രീ ചോദിക്കണേ, അതെന്താടോ തന്നെ ഇവിടെ നിർത്തിയിട്ട് അനുജത്തിയുടെ വിവാഹം നടത്തിയത്? അല്ല, ഞാൻ പേഴ്സണൽ കാര്യങ്ങൾ ഇടപെടുവാണെന്ന് തോന്നരുത്. അന്നേരം രാധിക പറയണേ, അത് പിന്നെ എനിക്കൊരു കൃഷ്ണ ഭക്തിയായിട്ട് ജീവിക്കാനിഷ്ടം. അച്ഛനും അമ്മയും മുത്തശ്ശി അടങ്ങുന്നതാണ് എൻ്റെ കുടുംബജീവിതം. ഞാൻ ആ ജീവിതത്തിൽ സന്തോഷത്തെയാണ്. അതേക്കുന്നതും ശ്രീ പറയണേ, താനാൾ കൊള്ളാലോ, ഈ ചെറുപ്രായത്തിൽ തന്നെ ജീവിതത്തെക്കുറിച്ച് തനിക്ക് വ്യക്തമായ കാഴ്ചപ്പാടും ചിത്രങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്താണെങ്കിലും താൻ വന്നതും പാട്ടുപാടിയതൊക്കെ ഞാൻ ശ്യാമ മാഡത്തെ അറിയിക്കും. എനിക്ക് തോന്നുന്നത് അതറിയുമ്പോൾ ശ്യാമ മാഡം തന്നെ വിളിക്കുമെന്നാണ്. അപ്പം തനിക്ക് മനസ്സിലാവും ഇത്ര ഉയരത്തിലാണെങ്കിലും എത്ര ലാളിത്യമുള്ളതാണ് ശ്യാമ മാഡത്തിൻ്റെ മനസ്സെന്ന്. അതേക്കും രാധികയ്ക്ക് കൂടുതൽ സന്തോഷമാകുവാണ്. അയ്യോ മാഡം എന്നെ വിളിക്കുമോ? അതെ. അങ്ങനെ ഒരു കോള് വന്നാൽ അതായിരിക്കും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദര നിമിഷം.
എൻ്റെ ജീവിതത്തിൻ്റെ പൂർണ്ണത തന്നെ ആ അമ്മയാണ്. അങ്ങനെ പറഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കുവാൻ രാധിക. പിന്നീട് കാണിക്കുന്നത് കണിമംഗലമാണ്. അവിടെ റൂമിലിരുന്ന് സംസാരിക്കുന്ന ഗൗതമിനെയും ചന്ദ്രശേഖരനെയും ഉർവശിനെയും കാണിക്കുന്നത്. ഉർവശി പറയണേ, നിങ്ങൾ പറഞ്ഞത് നേരാ, ഏട്ടനിവനെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. അന്നേരം ചന്ദ്രശേഖരൻ പറയണേ, വരണിൻ്റെ തീരുമാനം ഉറച്ചതാണെന്നാണ് തോന്നുന്നത്. അവൻ അധികം വൈകാതെ തന്നെ അമേരിക്കയിലേക്ക് പോകും. അപ്പം പിന്നെ ഈ കാണുന്ന സ്വത്തുവകളൊക്കെ നോക്കി നടത്താൻ ഏൽപ്പിക്കാൻ ഒരേ ഒരു ഓപ്ഷൻ ഇവൻ മാത്രമാണ്. ഈ സമയം ഉർവശി പറയണേ, കൽപ്പനക്ക് നമ്മുടെ പെട്ടെന്നുള്ള മാറ്റം തീരെ ദഹിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അവളുടെ കാര്യമൊന്നും വിടും. അവൾ പറയുന്ന കാര്യങ്ങളെല്ലാം കുടുംബത്തിന് ദോഷമാണെന്നാണ് ഇവിടെ എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾ എന്തെങ്കിലും എതിർപ്പ് പറഞ്ഞാലും ആരും മൈൻഡാക്കാൻ പോകുന്നില്ല. ഈ സമയം ഗൗതം പറയണേ, വരൺ അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞെങ്കിലും ഇവിടെ ഉള്ളവരുടെ സ്വഭാവം അറിയാലോ, അവർ കാലുപിടിച്ചും കരഞ്ഞുമൊക്കെയാണെങ്കിലും വരണിൻ്റെ തീരുമാനം മാറ്റാൻ ശ്രമിക്കും. അന്നേരം ചന്ദ്രശേഖരൻ പറയണേ, എനിക്ക് തോന്നുന്നത് വരൺ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറില്ലെന്നാണ്. അവൻ തിരികെ വെറുതെ അങ്ങനെ പോയാൽ പോരാ. അവനോടൊന്ന് പോകുന്നതിന് മുമ്പ് അവനും ഏട്ടനും തമ്മിലുള്ള വഴക്കിൻ്റെ ആഴം നമ്മുടെ മാക്സിമം കൂട്ടണം. രണ്ടുപേരും തമ്മി കണ്ട കടിച്ചു കീറി തിന്നാൻ നിൽക്കണ പോലെ ആക്കണം. പരസ്പരം രണ്ടാളും ഇനി തങ്ങളുടെ മുഖം കാണരുത് എന്നുള്ള രീതി പറഞ്ഞു വേണം പിരിയാനായിട്ട്. അതിനുള്ള കളികൾ വേണം ഇനി നമ്മൾ കളിക്കാൻ. അന്നേരം ഗൗതം പറയണേ, അച്ഛൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഈ അടുത്തിടെയായിട്ട് അച്ഛൻ്റെ ബുദ്ധിക്ക് നല്ല മൂർച്ച കൂടിയിട്ടുണ്ട്. അന്നേരം ചന്ദ്രശേഖരൻ പറയണേ, എങ്ങനെ മൂർച്ച കൂട്ടാതിരിക്കും? എൻ്റെ മകനെ സിംഹാസനത്തിലിരുത്താനല്ലേ ഞാൻ ഈ കഷ്ടപ്പാടൊക്കെ പെടുന്നത്. നമ്മളിനി കൂടുതൽ സൂക്ഷിച്ചു വേണം മുമ്പോട്ട് കരിക്കൾ നീക്കാനായിട്ട്. ഒരു കാരണവശാലും ആർക്കും നമ്മുടെ മേൽ ഒരു സംശയം തോന്നാൻ പാടില്ല. എല്ലാവർക്കും മുമ്പിലും ഗൗതം വളരെ നിഷ്കളങ്കനായിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അത് നീ സൂക്ഷിക്കണം. അങ്ങനെ അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് രാത്രി വരണിൻ്റെ റൂമിലേക്ക് വരുന്ന പ്രിയങ്കേനെയാണ് കേട്ടോ. എപ്പോഴാണ് അമേരിക്കയിലേക്ക് പോകുന്നത്? ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല. ഇവിടെയുള്ളവർ എന്നെയും കൂടി കൂടെ കൊണ്ടുപോകാൻ നിർബന്ധിക്കും. അത് കേൾക്കുമ്പോൾ വരുൺ പറയണേ, തൻ്റെ അടുത്തുനിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ നാട്ടിൽ നിന്ന് തന്നെ പോകാമെന്ന് തീരുമാനിച്ചത്. നമുക്ക് പിരിയാനായിട്ട് ഏറ്റവും നല്ല വഴി ഇത് തന്നെയാണ്. അന്നേരം പ്രിയങ്ക പറയണേ, എൻ്റെ ആഗ്രഹം അത് തന്നെയാണ്. പക്ഷേ പിരിയുമ്പോൾ മാന്യമായിട്ട് പിരിയണം. എനിക്ക് തരാമെന്ന് പറഞ്ഞ എമൗണ്ടൊന്നും വരൺ ഇതുവരെ തന്നിട്ടില്ല. ഞാൻ പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. അന്നൊക്കെ വരൺ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞൊഴിഞ്ഞു. പക്ഷെ ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, അച്ഛൻ്റെ ആരോഗ്യവും ജീവനും ഒന്നും വരണൊരു പ്രശ്നമേ അല്ലെന്ന്. അതുകൊണ്ടല്ലേ അച്ഛനെയൊക്കെ വിട്ട് ഈ നാട്ടിൽ നിന്ന് തന്നെ പോകാൻ വരൺ തീരുമാനിച്ചത്. എന്താണെങ്കിലും വരൺ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് എനിക്ക് തരാമെന്ന് വരൺ പറഞ്ഞ പണം എൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ വരണിൻ്റെ യാത്ര ഞാൻ തന്നെ തടയും. അത് തടയാനായിട്ട് ഈ വീട്ടിലുള്ളവരോട് പറയുകയും ചെയ്യും. അന്നേരം വരൺ പറയണേ, അങ്ങനെ താൻ പറയുമ്പോൾ വിവാഹ മണ്ഡപത്തിൽ വെച്ച് നടന്ന കാര്യങ്ങളും തനിക്ക് പറയേണ്ടി വരില്ലേ? വരും. അത് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ വെറുക്കും. അത് തന്നെയാണല്ലോ എനിക്ക് വേണ്ടത്. ഇതുവരെ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുമെങ്കിൽ ഈ കാര്യം എനിക്ക് നേടിയെടുക്കാൻ പറ്റും. എന്താണെങ്കിലും വരൺ നല്ലപോലെ ഇരുന്ന് ആലോചിക്ക്. ഇന്ന് രാത്രി മുഴുവൻ ആലോചിക്കാൻ സമയമുണ്ട്. ഞാൻ ഇപ്പോൾ ഉറങ്ങാൻ പോകുക. ഉറക്കത്തിൽ എന്നെ വിളിച്ച് ശല്യപ്പെടുത്തുകയൊന്നും ചെയ്യരുതും. നാളെ രാവിലെ നമുക്ക് രണ്ടുപേർക്കും സന്തോഷത്തോടെ പിരിയാനുള്ള ഒരു തീരുമാനം തന്നെ വരൺ എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ പറഞ്ഞ് പ്രിയങ്ക കട്ടിലിൽ വന്ന് കിടക്കുവാണ്. ഈ സമയം വരൺ ഇങ്ങനെ പ്രിയങ്ക പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ശ്യാമേനെ കാണാനായിട്ട് ശ്യാമയുടെ വീട്ടിലെത്തുന്ന ശ്രീനെയാണ് കേട്ടോ. ഈ സമയം അശ്വതി ആയിരിക്കും വാതിലോർക്കുന്നത്. ശ്രീയോ, അകത്തേക്ക് പാടോ. മാമിനിപ്പോൾ എങ്ങനെയുണ്ട്? ഇപ്പോൾ ശ്യാമയ്ക്ക് കുഴപ്പമില്ല, ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് അശ്വതി ശ്യാമേനെയും കൂട്ടി ശ്രീയുടെ അടുത്തേക്ക് വരുവാണ്. അങ്ങനെ ശ്യാമ വന്ന് ശ്രീയോട് സംസാരിക്കുക. ശ്രീ ഇരിക്ക്. അന്നേരം ശ്രീ ചോദിക്കണേ, മാഡത്തിനിപ്പോൾ എങ്ങനെയുണ്ട്? ഞാൻ വന്നത് ബുദ്ധിമുട്ടായോ? താനെന്ത് ചോദ്യമോട് ചോദിക്കുന്നത്? തന്നെയൊക്കെ അവിടെ നിന്ന് ബുദ്ധിമുട്ടിച്ചിട്ടില്ലേ ഞാനിങ്ങോട്ട് പോകുന്നതും? അന്നേരം ശ്രീ പറയണേ, ആ പ്രോബ്ലമൊക്കെ ഞാൻ സോൾവ് ആക്കി മാഡം. ആണോ? പ്രൊഡ്യൂസറോടും ഡയറക്ടറോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞോ? അതൊക്കെ പറഞ്ഞു. മാഡത്തിൻ്റെ സിൻസിയറിറ്റി അവർക്കറിയാവുന്നതല്ലേ. അതുകൊണ്ട് തന്നെ അവർക്കതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമല്ല. മാത്രമല്ല മാഡത്തിന് പകരം മറ്റേ കുട്ടി തന്നെയാണ് പാടിയത്, രാധിക. മാഡത്തിന് ഓർമ്മയില്ലേ അന്ന് മാഡത്തിൻ്റെ കൂടെ ഡ്യൂറ്റ് പാടാൻ വിനയപ്രസാദിന് മാമിൻ്റെ കൂടെ വന്ന കുട്ടി? അത് കേൾക്കുന്നതും അശ്വതിക്കും ശ്യാമക്കും സന്തോഷമാകുവാം. ആ കുട്ടി പാട്ട് പാടിയതിനു ശേഷം ഞാൻ പ്രതിഫലം കൊടുത്തപ്പോൾ ആ കുട്ടി എന്താ പറഞ്ഞതെന്നറിയോ? ശ്യാമ മാഡത്തിന് പാടാൻ പറ്റാത്തൊരു പാട്ട് പാടിയതല്ലേ, അത് മാഡത്തിനോടുള്ള ആരാധന കാരണോ പാടിയെന്ന്. അതിന് ആ കുട്ടി കൂലി വാങ്ങില്ലെന്ന്. അതേക്കുമ്പോൾ ശ്യാമ പറയണേ, എന്താണെങ്കിലും ഞാൻ പാടാതിരുന്നത് നന്നായല്ലേ, അതുകൊണ്ടല്ലേ അവൾക്ക് തന്നെ ആ പാട്ട് പാടാൻ പറ്റിയത്. ഈ സമയം ശ്രീ ചോദിക്കണേ, മാഡത്തിന് ആ കുട്ടിയുടെ കാര്യത്തിൽ ഒരു പ്രത്യേക താല്പര്യമുണ്ടല്ലേ? അത് ഞാൻ മുമ്പ് ശ്രദ്ധിച്ചതാ. നിങ്ങളെ കാണാനും ഏതാണ്ടൊരു സാമ്യമൊക്കെ ഉണ്ട്. അല്ല, നിങ്ങൾ തമ്മിൽ കുടുംബപരമായിട്ട് വല്ല ബന്ധമോ മറ്റോ ഉണ്ടോ? അതൊക്കെ ശ്രീയോട് പിന്നീട് പറയാം. അല്ല, ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് എന്തെങ്കിലും ചോദിച്ചായിരുന്നോ? അന്നേരം ശ്രീ പറയണേ, മാഡം ഇങ്ങനൊരു ചോദ്യം എന്നോട് ചോദിക്കുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് ആ കുട്ടിയോട് എല്ലാ ഡീറ്റെയിൽസും ഞാൻ ചോദിച്ചു. ശ്രീകൃഷ്ണപുരത്തെ പൂജാരിയുടെ മൂത്ത മകളാണ് രാധിക. അത് കേൾക്കുന്നതും ശ്യാമക്ക് കൂടുതൽ സന്തോഷമാകുക. ചേച്ചി കേട്ടില്ലേ, നമ്മുടെ സംശയങ്ങളെല്ലാം ശരിയായിരുന്നു. അതിനെല്ലാം ഇപ്പോൾ ഉത്തരം കിട്ടി. ശ്രീ ഇവിടെ ഇരിക്കെ, ഞാൻ കുടിക്കാനായിട്ട് എന്തെങ്കിലും എടുക്കാം. അയ്യോ വേണ്ട മാഡം, വണ്ടിയിൽ കുറച്ച് പേരും കൂടിയുണ്ട്, ഞങ്ങളൊരു യാത്രയിലായിരുന്നു. എന്താണെങ്കിലും മാഡത്തിൻ്റെ അസുഖമൊക്കെ പെട്ടെന്ന് തന്നെ ഭേദമാകട്ടെ. ഇനി അടുത്ത റെക്കോർഡിങ്ങിൻ്റെ കാര്യം പറയാനായിട്ട് ഞാൻ മാഡത്തെ വിളിക്കാം. പിന്നെ ഞാൻ ആ കുട്ടിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് ഇനിയും പാടിക്കാമെന്ന്. നല്ല സ്വഭാവമുള്ള കുട്ടിയാ, പെരുമാറ്റത്തിലും കാണാനും ഒക്കെ നല്ല ഐശ്വര്യമുള്ള കുട്ടി.
എന്നാൽ ശരി മാഡം എന്ന് പറഞ്ഞ ശ്രീ അവിടെ നിന്ന് പോകുക. ഈ സമയം സന്തോഷത്തോടെ അശ്വതിയുടെ അരികിലേക്ക് ചെന്നിട്ട് ശ്യാമ പറയണേ, കേട്ടില്ലേ ചേച്ചി, ഇപ്പം മനസ്സിലായില്ലേ ശ്രീകൃഷ്ണപുരത്തേക്ക് അടിക്കടി നമുക്ക് പോകാൻ തോന്നിയത് എന്തുകൊണ്ടാന്ന്? ഭഗവാൻ അവിടേക്ക് നമ്മൾ എത്തിച്ചതാ. അന്നേരം അശ്വതി ചോദിക്കണേ, നമുക്കിപ്പം തന്നെ വിളിച്ചാലോ? ശ്രീകുമാറിൻ്റെ ഇന്ന് നമ്പർ വാങ്ങാം. അന്നേരം ശ്യാമ പറയണേ, വേണ്ട, വിളിക്കണ്ട, നേരെ തന്നെ പോയി കാണാം. തിരുമേനിയും കാണണം, മോളെയും കാണണം. അങ്ങനെ സന്തോഷത്തോടെ ശ്യാമ നേരെ ചെല്ലുന്നത് പൂജാമുറിയിലേക്കാണ്. ഭഗവാന്റെ മുന്നിൽ കൈകളൊക്കെ കൂപ്പി ശ്യാമ പ്രാർത്ഥിക്കുക. ഇതിലും വലിയ സന്തോഷം എനിക്കിനി എൻ്റെ ജീവിതത്തിൽ തരാനില്ല. തന്ന കഷ്ടപ്പാടുകൾക്കെല്ലാം വലിയ അനുഗ്രഹം തന്നെയാണ് നീ ഇപ്പം എനിക്ക് തന്നത്. പിന്നീട് ശ്യാമ നേരെ ചെല്ലുന്നത് അഖിലിൻ്റെ ഫോട്ടോയ്ക്ക് അടുക്കലേക്കാണ്. എന്നിട്ട് പറയണേ, സാർ, ഞാൻ നമ്മുടെ മോളുടെ തൊട്ടരികിലെത്തി. ഞാൻ അവളെ കാണാൻ പോകുവാണ്. അവളോട് ഞാൻ അഖിൽ സാറിനെ കുറിച്ച് പറയും. നമ്മുടെ മോളെക്കുറിച്ച് അഖിൽ സാറിനുണ്ടായ സ്വപ്നങ്ങളെക്കുറിച്ച് പറയും. ഇത്രയും നാൾ അവൾ നമുക്ക് സ്നേഹിക്കാൻ പറ്റാതെ പോയതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് പറയും. അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന ശ്യാമയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് തീരുവാണ്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്